ഈ നടിയെ ആക്രമിച്ച കുറ്റകൃത്യം കഴിഞ്ഞ് ആഴ്ചകളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് ഒന്നാം പ്രതിയായ പൾസർ സുനി എറണാകുളം ജില്ലാ കോടതിയിൽ കൂട്ടുപ്രതി വിജേഷിനൊപ്പം കീഴടങ്ങാനായിട്ട് എത്തുന്നത്. എന്നാൽ കോടതിയിലെത്തിയ പോലീസ് നാടകീയമായിട്ട് സുനിയുടെ ആ നീക്കം പൊളിക്കുകയായിരുന്നു. ഈ ദൃശ്യം പുറം ലോകത്തെത്തിച്ച മാതൃഭൂമി ന്യൂസ് പ്രതിനിധി ബിജു പങ്കജും ഒപ്പം ക്യാമറാമാൻ ജോയി സിയാറും അന്നത്തെ സംഭവം ഓർത്തെടുക്കുകയാണ്. കേൾക്കാം. പൾസർ ബൈക്കിലെത്തിയ സുനിയും കൂട്ടാളി വിജേഷും എറണാകുളം ജില്ലാ കോടതിക്ക് തൊട്ടുപിന്നിലുള്ള ശിവക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. ഹെൽമറ്റ് വെച്ച് അഭിഭാഷകരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വെളുത്ത ഷർട്ട് ധരിച്ചാണ് പൾസർ സുനി മതിൽ ചാടിക്കടന്ന് കോടതി മുറിയിലേക്ക് കയറിയത്. 2017 ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് ഏതാണ്ടൊരു 1:15 മണി ഞാനും ക്യാമറമാൻ ജോയിയും കൂടെ ക്യാൻറ്റീനിൽ ഇരിക്കുന്ന സമയത്താണ് ജില്ലാ കോടതിയിൽ ഒരു വലിയ ബഹളം നടക്കുന്നു എന്നൊരു വിവരം കിട്ടിയത്. ഉടനെ ഞങ്ങൾ ക്യാമറ എടുത്തുകൊണ്ട് വന്നു. പറന്ന് ഇവിടെ വന്ന് കോടതിക്കകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഭയങ്കരമായ ബഹളം നടക്കുകയാണ്. കാരണം ഒരാളിങ്ങനെ വെള്ള ഷർട്ട് ഇട്ടിട്ട് ജനലെ പിടിക്കുന്നു, ബാക്കി കുറേ ആൾക്കാർ കൂടി അയാളെ പിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് പൾസർ സുനിയാണെന്ന് അറിഞ്ഞത്. ഈ കുറ്റകൃത്യം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പൾസർ കീഴടങ്ങുന്നത്. ഞങ്ങൾ വരുമ്പോൾ അതാ ഈ ഇതിനകത്ത് കാണുന്ന റൈറ്റ് കോടതിയിലാണ് പൾസർ കീഴടങ്ങിയത്. എത്ര സമയമെടുക്കും ജോലി? ഒരു 20 സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. അതായത് നമ്മൾ ഓഫീസിൽ നിന്ന് 5 മിനിറ്റ് മതി നമുക്കിവിടെ വരാനായിട്ട്. 5 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ബഹളം കേൾക്കുക. അപ്പോൾ ഈ ബഹളത്തിൻ്റെ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഓടിക്കാറുണ്ടല്ലോ. ഓടിക്കയറി മുകളിൽ ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഇത് കോടതിയാണ്, ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭാഗത്ത് നല്ല ബഹളം നടക്കുന്നു. നമ്മൾ കാണാൻ ഗ്രില്ലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഒരു ശക്തിയുള്ളൊരു പോലീസ് ആളാണ്. പുള്ളി വന്നിട്ട് ഈ ഇവരുടെ കൈ ഇങ്ങനെ വെറുതെ സിമ്പിളായിട്ട് ഇങ്ങനെ പറിച്ചിങ്ങനെ എടുത്തിട്ടാണ് ആദ്യം പൾസർ സുനിയെ തോന്നുന്നു എടുത്ത് പുറത്തേക്ക് എറിയുന്നത്. സിനിമ സ്റ്റൈലിലാണ് കൊണ്ടുപോയത് തന്നെ. എന്തായാലും മാതൃഭൂമി ന്യൂസ് മാത്രമാണെന്ന് ജോയിയും ഞാനും ആയിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു ദൃശ്യം ഈ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും വലിയൊരു ദൃശ്യമായിട്ട് മാറി. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 8 വർഷം മുമ്പ് വളരെ സുപ്രധാനമായ ദൃശ്യങ്ങൾ പകർത്തിയ ജോയി സിയാറിനൊപ്പം എറണാകുളം ജില്ലാ കോടതിയിൽ നിന്നും ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.